ഇന്നൊരു വെറൈറ്റി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വഴറ്റുമൊന്നും ചെയ്യേണ്ട. മറ്റേ വഴറ്റി നമുക്ക് കുറേ താമസം വരുന്നത് അതല്ലയോ, വഴറ്റാനല്ലേ താമസം മുട്ടക്കറിക്ക്. നമുക്ക് വഴറ്റാതെ കുക്കറിലിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിന് സവോള അരിയുവാണേ. 2 സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അംഗങ്ങൾ കുറവായതുകൊണ്ട് എനിക്കത് മതി. നല്ല ഗ്രേവിയോടുകൂടി നല്ല ഹോട്ടലിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ കുഞ്ഞതായിട്ട് നമുക്ക് സവോള അരിയണം. രണ്ട് പച്ചമുളക് ഇടുവാണേ. എരിവിനനുസരിച്ച് ചേർത്തോണം. പിന്നെ ഉപ്പിടുക. ഉപ്പിട്ട് നമ്മളിതിനെ നിന്ന് വേവിക്കാമേ. അടുപ്പത്ത് അടുപ്പത്ത് വെച്ചൊന്ന് നമുക്ക് വേവിക്കാം. കുക്കറിലോട്ട് വെച്ച് 2 വിസിൽ വരട്ടെ. അത് വേകട്ടത്. കുക്കറിൽ വെച്ചാണ് നമ്മളിത് റെഡിയാക്കുന്നത്. വഴറ്റുമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വഴറ്റാതെ നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റി ചേർക്കാമേ. കടു വറക്കാം. തക്കാളിക്ക വഴറ്റാനുണ്ട്. കടു വിടുവാണേ. കടുകിട്ടൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണേ. അതിൻ്റെ കൂടെ ഈ തക്കാളിക്കോട് ഇടുക. ഇതോടൊന്ന് വഴന്ന് ഇതാകും. നല്ല പഴുത്ത തക്കാളിക്കാണ് ഒന്നുകൂടെ നല്ലതാണ്. ഒരു ശകലം കൂടി ഇത് പഴുക്കാനുണ്ടായിരുന്നു. ഒരു ശകലം ഉപ്പിടും. എളുപ്പം വഴന്നിതകത്ത്. തക്കാളിക്ക് വഴന്നേ. ഇനി ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടതാണേ. അത് ഇളക്കുക. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. തക്കാളിക്ക വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇട്ട് വഴറ്റണമെന്നില്ല. നമ്മളിങ്ങനെ ഈ കുക്കറിനകത്തോട്ട് ഒന്നിച്ചടിച്ച് വേവിച്ചാലും മതി. എളുപ്പമുണ്ട്. എത്രയും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമായത്. വേണ്ടേ ഇതിനകത്തോട്ട് വേവിക്കാം. സവോള നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല കുറുകിയ ചാറ് പോലെ കിട്ടും. കുറച്ച് ഉപ്പിടുവാണേ. ശകലം കൂടി ഉപ്പിടുക. ശകലം മഞ്ഞപ്പൊടി, മുട്ടയല്ലേ വെച്ചാൽ മഞ്ഞപ്പൊടി ഇടുക. കണ്ടോ നല്ല കൊഴുത്ത ഗ്രേവിയായി കണ്ടോ. ഇതുപോലെ നമ്മൾ കുക്കറിൽ വെച്ച് സവോളയും ഇതെല്ലാം കൂടെ അടിച്ചെടുത്താൽ മതി. ഒരു മെനക്കെടുമില്ല. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത്. മറ്റേ നമ്മൾ വഴറ്റി എത്ര നേരം വഴറ്റണ്ടായോ. ഉള്ളി വഴന്ന് വരാൻ കുറച്ച് സമയം എടുക്കത്തില്ലയോ. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ഇടാമേ. മുട്ട ഇത് ഞാൻ വരഞ്ഞ് വെച്ചിരുന്നതാണ്.
കുറച്ച് അതിനകത്തോട്ടൊക്കെ പിടിക്കും. അത് ഇച്ചിരി എരിവൊക്കെ ആവും. കണ്ടോ, നല്ല നല്ല ഗ്രേവി കണ്ടോ. ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കട്ടെ. നല്ല ഗ്രേവി വേണ്ടുന്നവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ചപ്പാത്തിക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. ഏറ്റവും സിമ്പിൾ, ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നേരം വഴറ്റിക്കൊണ്ടിരിക്കണം. പിന്നെ സവോള ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. അത് ഹോട്ടലുകാരൊന്നും തേങ്ങാപ്പാലൊന്നും ഒഴിക്കത്തില്ല. നമുക്ക് ഇച്ചിരി ടേസ്റ്റിനും കുറച്ചുകൂടെ ടേസ്റ്റും ആകും, എരിവും കുറയും. ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചേ. നല്ല കുറുകിയ നല്ല ഗ്രേവി കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അടിപൊളി മുട്ടക്കറിയാണേ. ഇത് നമുക്ക് കുക്കറിനകത്ത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വഴറ്റുകയൊന്നും വേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.